നമ്മൾ ഇത്രയും ദിവസം ആപ്ലിക് വർക്കിൻ്റെ സാരീസ് ലൈറ്റ് ഷെയ്ഡ്സിലല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഡാർക്കർ ചാർട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ചാർട്ടും വർക്കും ആട്ടോ. 2480 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ അല്പം ഡാർക്കർ ചാർട്ടിൽ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ 6 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് സാരി നമ്പർ 1 ആട്ടോ. ഇതിൻ്റെ ബോഡിയിൽ നമുക്കിത് ഇതേപോലെ ഒരു ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഉണ്ടോ, ഒരു ഗോൾഡൻ സെറിയുടെ വ്യൂ പാറ്റേൺ ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെക്ക് ഡിസൈനും ആപ്ലിക് വർക്കും ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതാണ് അതിനകത്ത് ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതേപോലെയാണ് ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മുന്താണിയാട്ടോ, ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. മുന്താണിയും നമ്മൾ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ് ഇടുന്ന പോർഷനിലേക്കും ഫുൾ ആ ഒരു ഇപ്പോൾ കാണിച്ച ആപ്ലിക് വർക്ക് വരും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് ഞെറിഞ്ഞെടുക്കൂല്ലേ, അവിടെ ഈ ഫ്രണ്ടിലെ പ്ലീറ്റ് എടുക്കുന്ന ഈ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ആ ആപ്ലിക് വർക്കിൻ്റെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഫുൾ ബോഡിയിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഫുൾ ബോഡി അല്ല, നമുക്ക് ഹാഫ് പോർഷൻ. ഈ സാരീസിലെല്ലാം നമ്മൾ വർക്ക് വരുമ്പോൾ താഴെയാണല്ലോ വരുന്നത്. അതേപോലെ ഫുൾ പ്ലീറ്റിന് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ സെയിം ടോണിൽ ആ ഒരു ചെക്ക് ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 2480 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഒതുങ്ങി കിടക്കും, ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള മെറ്റീരിയലാണ്. സാരി നമ്പർ 1 ഗോൾഡൻ ബ്രൗൺ. സാരി നമ്പർ 2 വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 2 പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. സാരി നമ്പർ 2 നമുക്കൊരു ഫങ്ഷനൊക്കെ ഒരു നല്ലൊരു സിൽക്കും ടസറും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലതാണ്. ഇതിനകത്ത് ഇതേപോലെയാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടുന്ന പോർഷനിലെല്ലാം ഈ ഒരു വർക്ക് വരും, മുന്താണിയിലും ഈ ഒരു വർക്ക് വരും. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോഴും ഒരു ബ്രൗൺ ഷെയ്ഡ്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ അല്പം ഒരു ബ്രിക്കും കൂടെ ചേർന്ന പോലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്, ഒരു ഗോൾഡനും യെല്ലോയും കൂടെ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പം ഒരു ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 5 ബ്ലൂ. സാരി നമ്പർ 5 ബ്ലൂ, ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന പോലെയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 ഗ്രീൻ. സാരി നമ്പർ 6 ഗ്രീൻ. എല്ലാം സെയിം പാറ്റേൺ തന്നെ, കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.